കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് പത്തനംതിട്ട. അഭിപ്രായ സർവേകൾ ചൂണ്ടിക്കാട്ടിയതും ത്രികോണ മത്സരം തന്നെ. കോൺഗ്രസിന് വേണ്ടി ആന്റണി മത്സരിക്കുമ്പോൾ LDF ഇറക്കിയിരിക്കുന്നത് CPMന്റെ തോമസ് ഐസക്കിനെയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ശക്തനായ ഒരു പോരാളിയായാണ് പത്തനംതിട്ടയിൽ BJP അനിൽ ആന്റണിയെ രംഗത്തിറക്കിയത്. മൂന്ന് മുന്നണികളുടെ പ്രചരണവും ഇപ്പോൾ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കെതിരെ പ്രചരണം നടത്തില്ലെന്നാണ് അച്ചൂമ്മൻ പറഞ്ഞിരിക്കുന്നത്. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി ബാല്യകാലം മുതലുള്ള സുഹൃത്താണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ പ്രചാരണം നടത്താനാകില്ലെന്നുമാണ് അച്ചൂമ്മൻ പ്രതികരിച്ചിരിക്കുന്നത്. വാർത്താ ഏജൻസിയായ IANSനെ ഉദ്ധരിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പത്തനംതിട്ട ഒഴികെ സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം നടത്തുമെന്നും അച്ചൂമ്മൻ പറഞ്ഞു. കുടുംബ ബന്ധം വിലമതിക്കുന്നതാണെന്നാണ് അച്ചൂമ്മന്റെ നിലപാട്. ഏതായാലും അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പത്തനംതിട്ടയിൽ അച്ചൂമ്മന്റെ വാക്കുകൾ BJP ചർച്ചയാക്കും. കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളായിരുന്നു AK ആന്റണിയും ഉമ്മൻചാണ്ടിയും. ഇരുവരും സുഹൃത്തുക്കളുമായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഉമ്മൻചാണ്ടി അന്തരിച്ചത്. കോൺഗ്രസ് ക്യാമ്പിനെ ഞെട്ടിച്ചാണ് അനിൽ ആന്റണി BJPയിൽ ചേർന്നത്. മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ മകളും കോൺഗ്രസ് നേതാവുമായിരുന്ന പത്മജ വേണുഗോപാലും BJPയിൽ ചേർന്നിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി MLAയുമായ ചാണ്ടി ഉമ്മൻ കോൺഗ്രസ് പ്രചാരണത്തിൽ സജീവമാണ്. ഇതിനിടെയാണ് അച്ചൂമ്മൻ മനസ്സു തുറന്നത്. പത്തനംതിട്ടയിൽ കോൺഗ്രസ് സിറ്റിംഗ് MP ആന്റണിയെയും മുതിർന്ന CPM നേതാവും 2 തവണ സംസ്ഥാന ധനമന്ത്രിയുമായ തോമസ് ഐസക് എന്നിവരെയാണ് അനിൽ ആന്റണി നേരിടുന്നത്. മോഡലിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അച്ചു ദുബായ് അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. കോട്ടയം ലോക്സഭയിലേക്ക് പോലും അച്ചൂമ്മന്റെ പേര് കോൺഗ്രസിനുള്ളിൽ ചർച്ചയായിരുന്നു. എന്നാൽ സീറ്റ് പിന്നീട് കേരള കോൺഗ്രസിന് നൽകി. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി പലരും മുൻപ് കരുതിയത് അച്ചൂമ്മനെയാണ്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് വ്യക്തമാക്കി അച്ചൂമ്മൻ മാറി നിൽക്കുകയാണ്. ഇതിനിടെയാണ് പത്തനംതിട്ടയിലെ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ നിലപാട് പറയുന്നതും.